ഹായ് ഗേയ്സ്, ഇന്ന് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ 5ാമത്തെ ക്ലാസ് സ്റ്റാർട്ടാകാൻ പോവാണ്. ഗ്രൂപ്പിലുള്ള 2-3 സ്റ്റുഡൻസ് പറഞ്ഞാൽ അവർക്ക് മെഷീൻ ചവിട്ടാനും അറിയില്ല, നൂല് കോർക്കാനൊന്നും അറിയില്ല എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ മെഷീൻ്റെ മേലെ ബെൽറ്റ് നല്ല ടൈറ്റിലായിരിക്കണം. ഏകദേശം ഈ ഒരു ടൈറ്റിലുണ്ടാകണം. അത് ഈ വീലിലോട്ട് പിന്നെ ഈ ഒരു ചക്രത്തിലും കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടാവണം. പക്ഷെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്ന ഈ ചവിട്ടിൻ്റെ മേലേൽ കാല് വെക്കണം. അതിൽ മേൽ കാല് വെച്ചതിന് ശേഷം ഈ വീല് പിടിച്ച് കറക്കാൻ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ചവിട്ടിയും കറങ്ങും. അത് വെച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യണം. മുന്നോട്ടേക്കാണ് ഫസ്റ്റിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബാക്കോട്ടേക്ക് കറങ്ങും. അത് പ്രശ്നമാക്കണ്ട, പിന്നീട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ അങ്ങനെ കറങ്ങുമ്പോൾ നിർത്തിയിട്ട് ഒന്നുകൂടെ കൈയോട് മുന്നോട്ടേക്ക് കറക്കിയിട്ട് പിന്നെ ആ ഒരു പൊസിഷനിലേക്ക് ചവിട്ടി കൊണ്ടുവരണം. ഓക്കെ, ആദ്യം നൂല് ഇതിലിടാൻ. ഇങ്ങനെ ഇട്ടതിന് ശേഷം ഈ ഒരു ഹോൾസിലിടാൻ, മേലത്തെ ഫസ്റ്റ് ഹോൾസിലിട്ടിട്ട് വലിച്ചതിന് ശേഷം 3ാമത്തെ ഹോൾസിലേക്ക് ഇടാൻ. എന്നിട്ട് ഇതിലേക്ക് നൂല് ചുറ്റി കൊടുക്കണം. എന്നിട്ട് ഇവിടുന്ന് ഇതിലേക്ക് നൂലിടാൻ. ഇങ്ങനെ ഇടരുത്, ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം. ഇട്ടിട്ട് വലിച്ചിട്ട് ഇവിടത്തേക്ക് ചുറ്റി കൊടുക്കണം. ഇവിടുന്ന് സൂചിയിലേക്ക് കോർത്ത് കൊടുക്കാൻ. സൂചിയിൽ കോർക്കേണ്ടത് ഇപ്പുറത്ത് ഇവിടുന്നാണ് സൂചി കോർക്കേണ്ടത്. ഇവിടുന്ന് ഇപ്പുറത്തോട്ട് കോർക്കാൻ പാടില്ല. കോർത്തെടുത്തിട്ട് മെഷീനൊന്ന് കറക്കാൻ ഈ വീല് ഇങ്ങനെ കറക്കുന്ന സമയത്ത് സൂചി ഇങ്ങോട്ട് താവുമല്ലോ, അടിയിലെ നൂല് കുത്തിയെടുക്കണം. ഓക്കെ, ഇതാ അടിയിലെ നൂല് വന്ന് രണ്ടും ബാക്കോട്ടേക്ക് ആക്കിയതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ നാടയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സ്കേർട്ടിനും പാൻറ്റിനൊക്കെ ഇടുന്ന നാടയാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുന്നത്. അതിന് 1 ഇഞ്ച് വീതിയിൽ തുണി കട്ട് ചെയ്തെടുക്കണം. ജസ്റ്റ് ഇവിടെ ഞാൻ ഒരു പീസ് മാത്രം കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ നാടൊക്കെ എത്രത്തോളം ലെങ്ത്ത് വേണോ ആ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. 1 ഇഞ്ച് വീതിയിലാണ് എടുക്കേണ്ടത്, ഇഞ്ചാണ് എടുക്കേണ്ടത്. ഇതിപ്പോൾ കാണിക്കുന്ന സെൻറ്റിമീറ്റർ, ഇത് ഇഞ്ചുമാണ്. ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ വരയാതെ തന്നെ 1 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ഫസ്റ്റ് പഠിക്കുന്നവർക്കൊന്ന് ശരിയാകാൻ വേണ്ടി ഇങ്ങനെ ലൈൻ ഇട്ടിട്ട് കട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഒരു പീസ് മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. നിങ്ങൾ എത്രത്തോളം ലെങ്ത്തുള്ള നാട വേണോ ആ ഒരു കണക്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ, ഇതേപോലെ 1/4 ഇഞ്ച് ഉള്ളിലേക്കും ഈ പുറത്തറ്റവും 1/4 ഇഞ്ച് ഉള്ളിലേക്കും മടക്കിയിട്ട് രണ്ടും ഒരേ ലെവലിലേക്ക് പിന്നെ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആദ്യം ഒന്ന് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ, സ്റ്റിച്ച് ചെയ്യുമ്പം തന്നെ. അതേപോലെ തന്നെ താഴത്തോളം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അടിച്ചിട്ട് അറ്റത്തെത്തുമ്പോൾ കെട്ടിട്ട് കൊടുക്കണേ. സാധാരണ മെഷീനാണെങ്കിൽ തുണിയുടെ സ്റ്റിച്ച് ചെയ്തിട്ട് തുണിയുടെ അറ്റത്തെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ചവിട്ടി പൊന്തിച്ചിട്ട് ഇതുപോലെ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുന്നതനുസരിച്ച് വലിച്ചു കഴിഞ്ഞാൽ തുണിയുടെ അറ്റത്ത് കെട്ടുപോകും. ഈ ഒരു മെഷീനാണെങ്കിൽ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ തുണി ബാക്കോട്ടും മുന്നോട്ടേക്കും വരും.
തുണിയുടെ അറ്റത്ത് ആ സമയത്ത് ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുണിയുടെ അറ്റത്ത് കെട്ട് വീണോളും. ഓക്കെ, ഇതുപോലെ വൃത്തിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കര മടക്കി തേക്കുന്നത് എങ്ങനെയെന്നുള്ളത് പഠിക്കാം. അതിനൊരു ടവൽ വലുപ്പത്തിലുള്ളൊരു തുണി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 4 അരികും മടക്കി തേക്കണം. ഇനി ടവലിൻ്റെ കര എങ്ങനെ മടക്കി തേക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി, പിന്നെ ഒരു 1/4 ഇഞ്ചും കൂടി. ടവലിൻ്റെതെല്ലാം ആകുമ്പോൾ ഒരു 1/4 ഇഞ്ചേ വേണ്ടൂ. ആ സമയത്ത് നമ്മളെ ഡ്രസ്സിനൊക്കെ ചെയ്യുമ്പോൾ 1/2 ഇഞ്ചോളം വേണ്ടി വരും. ഇത്രത്തോളം വേണ്ടി വരും. ഇപ്പം ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കാൻ പഠിക്കാനാണ്. 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വീണ്ടും 1/4 ഇഞ്ച്. എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ തുടക്കത്തിലൊന്ന് കെട്ടിട്ട് കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റിച്ച് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ അറ്റത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇതുപോലെ 1/4 ഇഞ്ച് മടക്കി, പിന്നെയും ഒരു 1/4 ഇഞ്ചും കൂടി മടക്കിയിട്ട് ആ മടക്കിയെടുത്ത് സൂചി കുത്തിപ്പിടിച്ചിട്ട് തിരിക്കാൻ. എന്നിട്ട് 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് അടിച്ചു കൊടുക്കാൻ. അതേപോലെ തന്നെ ഇപ്പുറത്തുമ്പോൾ ഇതേപോലെ 1/4 ഇഞ്ച് ഉള്ളിൽ മടക്കി വീണ്ടും 1/4 ഇഞ്ച് മടക്കിയിട്ട് അവിടത്തേക്ക് സൂചി ആ ഒരു തുണിമേൽ കുത്തിപ്പിടിച്ചിട്ട് തിരിക്കാൻ. അതേപോലെ ഇവിടെ അറ്റത്തെത്തുമ്പോൾ ഇതേപോലെ ചെയ്യാം. അരൂമിലെ അടിക്കണം കേട്ടോ. അപ്പം നമ്മളെ ടവൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതേപോലെ വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എല്ലാവരും എൻ്റെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചു തരിക. അതല്ലാത്തവർ ഇൻസ്റ്റാഗ്രാമിൽ അയക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.